കണ്ണാടിക്കൽ സ്വദേശി അർജുൻ എന്ന ലോറി ഡ്രൈവറെ കാണാതായിട്ട് 21 ദിവസം പിന്നിടുകയാണ്. അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കണമെന്ന് കോടതി അടക്കം കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയെങ്കിലും ഗംഗാവലി പുഴയിലെ കുത്തൊഴുക്ക് കാരണം നിലവിൽ തെരച്ചിൽ നടത്താൻ പറ്റില്ല എന്നുള്ള കാര്യം, അതിനുള്ള അനുയോജ്യമായിട്ടുള്ള സാഹചര്യമില്ല എന്നുള്ള കാര്യം സർക്കാർ ഉൾപ്പെടെ കോടതിയെ അറിയിച്ച സാഹചര്യമുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് കർണാടകത്തിൽ നിന്ന് ഒരു മൃതദേഹം കടലിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്ന് വാർത്ത വരുന്നത്. നമ്മൾ അതാണ് പരിശോധിക്കാൻ പോകുന്നത്. നോക്കൂ, കർണാടകത്തിൽ നിലവിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഈ പ്രദേശത്തായിട്ടാണ്. ഹൊന്നാവാർ എന്നു പേരുള്ള ഈ പ്രദേശത്ത് കടലിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. അവരെ മൃതദേഹം കണ്ടെത്തിയ പാടെ തന്നെ നിലവിൽ നമുക്കറിയാം ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും അവിടെ 3 യുവാക്കളെ, നമ്മുടെ അർജുൻ മാത്രമല്ല ലോകേഷ്, ജഗന്നാഥ്, ഇങ്ങനെ 3 പേരെ കാണാനായിട്ടുണ്ട്. അപ്പോൾ ഇവർക്കായിട്ടുള്ള തെരച്ചിൽ നടക്കുന്നു എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ഇക്കാര്യം വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മൃതദേഹത്തിന്റെ സ്വഭാവം ആദ്യം പറയാം. ഈ മൃതദേഹം ജീർണിച്ച നിലയിലാണുള്ളത്. ജീർണിച്ച നിലയിലാണെന്ന് പറയുമ്പോഴും അർജുനെ നമുക്കറിയാം അവർ 21 ദിവസമായെങ്കിൽ ഇവിടെ കുറച്ചു ദിവസത്തിന്റെ പഴക്കം മാത്രമാണ് ഒറ്റ നോട്ടത്തിൽ പ്രഥമ ദൃഷ്ട്യാ ഉള്ളതെന്ന് പറയുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ അവിടെ പരിശോധന നടത്താൻ തന്നെയാണ് തീരുമാനമായിരിക്കുന്നത്. മൃതദേഹത്തിന്റെ പരിശോധന നടത്തിയിട്ടായിരിക്കും ആ കാര്യം സ്ഥിരീകരിക്കുക. കാരണം ഇതാ നോക്കൂ, ഇവിടെയാണ് അങ്കോല, ഷിരൂരിലെ അങ്കോല. ഇവിടെയാണ് മണ്ണിടിച്ചിലുണ്ടായിട്ട്. ഇവിടെയാണ് ഗംഗാവലി പുഴയിലാണ് നിലവിൽ അർജുനായിട്ടുള്ള തെരച്ചിൽ നടക്കുന്നത്. അർജുനും മറ്റുള്ളവർക്കുമായിട്ടുള്ളൊക്കെയുള്ള തെരച്ചിൽ നടക്കുന്നത്. അനിശ്ചിതത്വത്തിലാണെങ്കിൽ പോലും പുനരാരംഭിക്കുമെന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഗംഗാവലി പുഴ ഇവിടെ അറബിക്കടലിനോട് ചേരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നും ഹൊന്നാവാർ വരെ മൃതദേഹം ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ 21 ദിവസമൊക്കെ ഒരു മൃതദേഹം ഈ ഒരു നിലയിൽ കാണുമോ എന്നൊക്കെ ഉള്ളത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ആകെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇതാണ്, അത് അർജുൻ്റേതാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംശയത്തിനുള്ള സാധ്യത പോലും തള്ളിക്കളയുന്നത് ഈ മൃതദേഹത്തിന് അത്രമാത്രം പഴക്കമില്ല എന്നുള്ള കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഹൊന്നാവാറിൽ കഴിഞ്ഞ ദിവസം അവിടെ ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹമാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യവും മത്സ്യത്തൊഴിലാളികളും ഈശ്വർ മൽപ്പെ ഉൾപ്പെടെയുള്ള ആളുകൾ ആ മൃതദേഹം കണ്ടിട്ട് പറയുന്നുണ്ട്. എന്തായാലും DNA പരിശോധന നടത്താൻ തന്നെയാണ് തീരുമാനം. നമുക്കറിയാം നിലവിൽ തന്നെ അർജുനായിട്ടുള്ള തെരച്ചിൽ വ്യാപകമായി നടന്നിരുന്നു. ആ സമയത്ത് തന്നെ അർജുൻ്റെ സഹോദരൻ്റെ DNA സാമ്പിൾ അത് ശേഖരിച്ചു വെച്ചിരുന്നു. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഇവിടെ ഹൊന്നാവാറിൽ നിന്നും കണ്ടെടുത്തിരിക്കുന്ന ഈ മൃതദേഹവുമായിട്ട് അർജുൻ്റെ സഹോദരൻ്റെ DNA സാമ്പിളുമായി ഒത്തുനോക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുക. അതിന് ശേഷം ആയിരിക്കും അതാണോ അല്ലയോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുക. എന്തായാലും അതൊക്കെ ഉടൻ തന്നെ നടപ്പാക്കുമെന്നുള്ള കാര്യമാണ് നിലവിലിപ്പോൾ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒക്കെ പറയുന്നത്. ഈ അങ്കോലയിൽ നിന്നും ഹൊന്നാവാറിലേക്ക് അടുത്തുള്ള പ്രദേശമാണ്. ഏകദേശം 25 കിലോമീറ്ററോളം വ്യത്യാസമാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളത്. അപ്പോൾ അത് അർജുൻ്റേതാണോ ലോകേഷിൻ്റെ ജഗന്നാഥിൻ്റെ തരത്തിലുള്ള ആദ്യഘട്ടത്തിൽ അങ്ങനെ സംശയം വന്നെങ്കിൽ പോലും ആ സംശയങ്ങളൊക്കെ പൂർണ്ണമായി തള്ളിക്കളയുന്ന തരത്തിലാണ് നിലവിലുള്ള വിവരങ്ങൾ വരുന്നത്. DNA പരിശോധന നടക്കും. ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ഗംഗാവലി പുഴയിലെ കുത്തൊഴുക്ക് കാരണം നിലവിൽ അർജുനും മറ്റുള്ളവർക്കുമായിട്ടുള്ള തെരച്ചിൽ അവിടെ നിർത്തിവെച്ചിരിക്കുകയാണ്. ശേഷം പുനരാരംഭിക്കുമെന്നുള്ള കാര്യമാണ് കർണാടക സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്.